ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈവനിങ് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മലയിലാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് റൊക്കവിഞ്ഞാല എന്നാണ്. ഇവിടെ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ മിക്കപ്പോഴും വൈകുന്നേരം സമയങ്ങളിൽ പുറത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കലും അങ്ങനെയുള്ള എൻജോയ്മെൻറ്റുകളായിരിക്കും കേട്ടോ ഇവിടെ മൊത്തം. കാരണം ആകെ ഒരു 3 മാസമാണ് ഇതേപോലെ എൻജോയ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസവും തണുപ്പായിരിക്കും. അതുകൊണ്ട് ഈ 3 മാസം മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും. ഇതേപോലെ നമ്മളും ശ്രമിക്കാറുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. പക്ഷേ ജോലി തിരക്കുകൊണ്ട് ചിലപ്പോൾ ഒന്നും സാധിക്കാറില്ല. എന്നാലും കഴിയുന്നത്ര രീതിയിൽ പിള്ളേരെയും കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഞങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ പോലെ അതിൻ്റെ സൈഡൊക്കെ കെട്ടിയിട്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഓടിക്കളിക്കാം. അതല്ലാണ്ട് ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാൽ ഈ വർഷം പുതിയതായിട്ട് ഇനാഗുറേറ്റ് ചെയ്തതാണ്. ഇത് ജെയിൻ്റ് ഊഞ്ഞാലാണ്. കാരണം വലിയവർക്കാണെങ്കിൽ ഒരേ സമയം 3 പേർക്ക് ഇരുന്ന് ആടാൻ, ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 5-6 പേർക്ക് ഇരുന്ന് ആടാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് ഊഞ്ഞാലൊക്കെ ആടാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയേക്കേണ്ട ഒരു തീമുണ്ട് കേട്ടോ. അതായത് പെൻസില്, സ്കെയില്, റബ്ബർ ഇത് വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു മോഡൽ പോലെ വെച്ചിട്ടാണ് ഈ ഊഞ്ഞാൽ ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ വലിയ ബെഞ്ചുണ്ട്, നമ്മുടെ പൊക്കത്തിന് അത്രയുള്ള ഒരു ബെഞ്ചുണ്ട്. അതിലകത്തേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയറി അതിൻ്റെ അകത്ത് ഇരിക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം, അതിനൊക്കെ ആയിട്ട്. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജസീന്തി ആണെങ്കിൽ വളരെ ഹാപ്പിയായി. കാരണം അവൾക്കുടെ ക്ലാസ്മേറ്റിനെ കണ്ടു. അവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് അവളെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണം കൊടുക്കണതാണ് കേട്ടോ ഇത്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പോയി കളിക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന അവിടെ സൈഡിൽ സ്ഥലം കൊണ്ടിട്ട് നമുക്ക് തന്നെ ഗ്രില്ല് ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന മില്ലേസിമോ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ആടും നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് വരെ കാണാൻ പറ്റുമേ. ഞങ്ങൾ ചെന്ന സമയത്ത് ഊഞ്ഞാലയിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ പോകാൻ തുടങ്ങി. അപ്പോൾ അത് ഊഞ്ഞാൽ ഫ്രീ ആയി. എന്നാൽ പിന്നെ ഒന്ന് ആടിയേക്കാന്ന് വിചാരിച്ചു. ഒത്തിരി നാളായി ഊഞ്ഞാൽ ആടി നോക്കിയിട്ട്. ഇതെന്തായാലും വലിയ ഊഞ്ഞാലാണല്ലോ എന്ന് വിചാരിച്ചാണ് കയറിയിരുന്ന ആടണേ. ഇപ്പോൾ സമയം ഏകദേശം ഒരു രാത്രി 9:30 ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും സൺലൈറ്റ് ഇപ്പോഴും കുറേശ്ശെയായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളും തിരിച്ചു പോന്നു.